ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ SCERT സ്കൂൾ പാഠപുസ്തകങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ഒന്നിലധികം മേഖലകളെ പരസ്പരം സംയോജിപ്പിച്ചുകൊണ്ടുള്ള കൃഷി രീതിയാണ് സംയോജിത കൃഷി. ഒന്നിലധികം മേഖലകളെ പരസ്പരം സംയോജിപ്പിച്ചുകൊണ്ടുള്ള കൃഷി രീതിയാണ് സംയോജിത കൃഷി എന്നറിയപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഏത് രാജ്യത്തിൻ്റെതാണ്? ഇന്ത്യയുടെ. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഇന്ത്യയുടേതാണ്. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്നാണ്? 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് 1950 ജനുവരി 26. ഇന്ത്യൻ നാഷണൽ ആർമിയിൽ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ ബ്രിട്ടീഷുകാർ തൂക്കിക്കൊന്ന ധീരനായ മലയാളി ആരാണ്? വക്കം അബ്ദുൽ ഖാദർ. ഇന്ത്യൻ നാഷണൽ ആർമിയിൽ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ ബ്രിട്ടീഷുകാർ തൂക്കിക്കൊന്ന ധീരനായ മലയാളിയാണ് വക്കം അബ്ദുൽ ഖാദർ. ഉപ്പു സത്യാഗ്രഹത്തിന് ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്ന അനുയായികളുടെ എണ്ണം എത്രയാണ്? 78. ഉപ്പു സത്യാഗ്രഹത്തിന് ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്ന അനുയായികളുടെ എണ്ണം 78 ആയിരുന്നു. നിയമലംഘന പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1929 ലാഹോർ സമ്മേളനം. നിയമലംഘന പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയ കോൺഗ്രസ് സമ്മേളനം 1929 ലാഹോർ സമ്മേളനമാണ്. വാഗൺ ട്രാജഡിയിൽ മരണപ്പെട്ടവരുടെ എണ്ണം എത്രയാണ്? 72. വാഗൺ ട്രാജഡിയിൽ മരണപ്പെട്ടവരുടെ എണ്ണം 72 ആണ്. 1922 നടന്ന ചൗരി ചൗര സംഭവത്തിൽ കൊല്ലപ്പെട്ട പോലീസുകാരുടെ എണ്ണം എത്രയാണ്? 22. 1922 നടന്ന ചൗരി ചൗര സംഭവത്തിൽ കൊല്ലപ്പെട്ട പോലീസുകാരുടെ എണ്ണം 22 ആണ്. തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ എത്ര വയസ്സ് പൂർത്തിയായിരിക്കണം? 18 വയസ്സ്. തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ 18 വയസ്സ് പൂർത്തിയായിരിക്കണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? WC ബാനർജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് WC ബാനർജിയാണ്. ബാരോമീറ്ററിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? മെർക്കുറി. ബാരോമീറ്ററിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന ലോഹം മെർക്കുറിയാണ്. മണ്ണിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് പെഡോളജി. മണ്ണിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ അറിയപ്പെടുന്ന പേരെന്താണ്? പെഡോളജി. ലോക മണ്ണ് ദിനം എന്നാണ്? ഡിസംബർ 5. ലോക മണ്ണ് ദിനം ഡിസംബർ 5 ആണ്. അന്താരാഷ്ട്ര മണ്ണ് വർഷം എന്നായിരുന്നു? 2015. അന്താരാഷ്ട്ര മണ്ണ് വർഷം 2015 ആയിരുന്നു. ശിലകൾ പൊട്ടിപ്പൊടിയുകയോ വിഘടിക്കുകയോ ചെയ്യുന്ന പ്രക്രിയയാണ് അപക്ഷയം. ശിലകൾ പൊട്ടിപ്പൊടിയുകയോ വിഘടിക്കുകയോ ചെയ്യുന്ന പ്രക്രിയയാണ് അപക്ഷയം. കാലാന്തരത്തിൽ ശിലകൾ പൊടിഞ്ഞ് ഉണ്ടാകുന്നതും താഴ്ന്ന പ്രദേശങ്ങളിൽ പാളികളായി നിക്ഷേപിക്കപ്പെടുന്നതുമായ ശിലകളാണ് അവസാദ ശിലകൾ. കാലാന്തരത്തിൽ ശിലകൾ പൊടിഞ്ഞ് ഉണ്ടാകുന്നതും താഴ്ന്ന പ്രദേശങ്ങളിൽ പാളികളായി നിക്ഷേപിക്കപ്പെടുന്നതുമായ ശിലകളാണ് അവസാദ ശിലകൾ. അവസാദ ശിലകൾക്ക് ഉദാഹരണങ്ങളാണ് മണൽക്കല്ലും ചുണ്ണാമ്പുകല്ലും. അവസാദ ശിലകൾക്ക് ഉദാഹരണങ്ങളാണ് മണൽക്കല്ലും ചുണ്ണാമ്പുകല്ലും. കായാന്തരിത ശിലകൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? മാർബിളും സ്ലേറ്റും. കായാന്തരിത ശിലകൾക്ക് ഉദാഹരണങ്ങളാണ് മാർബിൾ, സ്ലേറ്റ് എന്നിവ. രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 12. രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന അംഗങ്ങളുടെ എണ്ണം 12 ആണ്. രാജ്യസഭയിലെ പരവതാനിയുടെ നിറം എന്താണ്? ചുവപ്പ്. രാജ്യസഭയിലെ പരവതാനിയുടെ നിറം ചുവപ്പാണ്. ലോക്സഭയിലെ പരവതാനിയുടെ നിറം എന്താണ്? പച്ച. ലോക്സഭയിലെ പരവതാനിയുടെ നിറം പച്ച നിറമാണ്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ആഡം സ്മിത്ത്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആഡം സ്മിത്ത് ആണ്. ലെസഫെയർ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ആഡം സ്മിത്ത്. ലെസഫെയർ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആഡം സ്മിത്ത് ആണ്. ഭൂപടങ്ങളിൽ പാറക്കൂട്ടങ്ങൾ, മണൽ കൂനകൾ, കുന്നുകൾ എന്നിവ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന നിറം ഏതാണ്? തവിട്ട് നിറം. ഭൂപടങ്ങളിൽ പാറക്കൂട്ടങ്ങൾ, മണൽ കൂനകൾ, കുന്നുകൾ എന്നിവ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന നിറം തവിട്ട് നിറമാണ്.
ഭൂപടങ്ങളിൽ ജലാശയങ്ങളെ സൂചിപ്പിക്കാൻ നൽകുന്ന നിറം ഏതാണ്? നീല. ഭൂപടങ്ങളിൽ ജലാശയങ്ങളെ സൂചിപ്പിക്കാൻ നൽകുന്ന നിറം നീല നിറമാണ്. ശരീരചലനം സാധ്യമാക്കുന്ന കല ഏതാണ്? പേശീകല. ശരീരചലനം സാധ്യമാക്കുന്ന കല പേശീകലയാണ്. കണ്ണുകളെയും വൃക്കകളെയുമെല്ലാം സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്ന കല ഏതാണ്? നാരുകല. കണ്ണുകളെയും വൃക്കകളെയുമെല്ലാം സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്ന കല നാരുകലയാണ്. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും വൈവിധ്യമാർന്നതുമായ കലകളാണ് യോജക കലകൾ. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും വൈവിധ്യമാർന്നതുമായ കലകളാണ് യോജക കലകൾ. ഏത് കോശത്തിന്റെ ത്വരിതഗതിയിലുള്ള വിഭജനമാണ് സസ്യവളർച്ചയ്ക്ക് കാരണമാകുന്നത്? മെരിസ്റ്റമിക കോശങ്ങളുടെ. മെരിസ്റ്റമിക കോശങ്ങളുടെ ത്വരിതഗതിയിലുള്ള വിഭജനമാണ് സസ്യവളർച്ചയ്ക്ക് കാരണമാകുന്നത്. ഒരേ ലായകത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് ക്രൊമറ്റോഗ്രാഫി. ഒരേ ലായകത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് ക്രൊമറ്റോഗ്രാഫി. സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഭൂഗുരുത്വത്തിന് എതിരായി ദ്രാവകങ്ങൾ മുകളിലേക്ക് ഉയരുന്ന പ്രതിഭാസമാണ് കേശികത്വം. സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഭൂഗുരുത്വത്തിന് എതിരായി ദ്രാവകങ്ങൾ മുകളിലേക്ക് ഉയരുന്ന പ്രതിഭാസമാണ് കേശികത്വം. ഒരു മൂലകത്തിന്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ഒരു മൂലകത്തിന്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ. ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. ഏറ്റവും ഉയർന്ന ദ്രവണാങ്കമുള്ള ലോഹം ഏതാണ്? ടങ്സ്റ്റൺ. ഏറ്റവും ഉയർന്ന ദ്രവണാങ്കമുള്ള ലോഹം ടങ്സ്റ്റൺ ആണ്. ഏറ്റവും താഴ്ന്ന ദ്രവണാങ്കമുള്ള ലോഹം ഏതാണ്? മെർക്കുറി. ഏറ്റവും താഴ്ന്ന ദ്രവണാങ്കമുള്ള ലോഹം മെർക്കുറിയാണ്. സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയ ലോഹങ്ങൾ മണ്ണെണ്ണയിലാണ് സൂക്ഷിക്കുന്നത്. അതിനുള്ള കാരണം എന്താണ്? വായുവുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ ലോഹനാശനം സംഭവിക്കുന്നു എന്നതാണ് സോഡിയവും പൊട്ടാസ്യവും മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്നതിനുള്ള കാരണം. വൻകര വിസ്ഥാപന സിദ്ധാന്തം അവതരിപ്പിച്ച ആരാണ്? ആൽഫ്രഡ് വെഗ്നർ. 1912 വൻകര വിസ്ഥാപന സിദ്ധാന്തം അവതരിപ്പിച്ചത് ആൽഫ്രഡ് വെഗ്നർ ആണ്. ലോക ഭൗമദിനം എന്നാണ്? ഏപ്രിൽ 22. ലോക ഭൗമദിനം ഏപ്രിൽ 22 ആണ്. ഭൂഗുരുത്വ ത്വരണം 0 വസ്തു എവിടെ നിൽക്കുമ്പോഴാണ്? ഭൂകേന്ദ്രത്തിൽ. ഭൂഗുരുത്വ ത്വരണം 0 വസ്തു ഭൂകേന്ദ്രത്തിലായിരിക്കുമ്പോഴാണ്. ഒരു ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണങ്ങളാണ് ന്യൂട്രോൺ. ഒരാറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണങ്ങളാണ് ന്യൂട്രോൺ. ന്യൂട്രോൺ കണ്ടെത്തിയത് ആരാണ്? ജെയിംസ് ചാഡ്വിക്ക്. ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക്ക് ആണ്. സിമന്റിന്റെ നിർമ്മാണത്തിനും പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ നിർമ്മാണത്തിനും ഉപയോഗിക്കുന്ന പ്രധാന ലവണം ഏതാണ്? ജിപ്സം. സിമന്റിന്റെ നിർമ്മാണത്തിനും പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ നിർമ്മാണത്തിനും ഉപയോഗിക്കുന്ന പ്രധാന ലവണം ജിപ്സമാണ്. ഹൈഡ്രജൻ വാതകം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഹെൻറി കാവൻഡിഷ്. ഹൈഡ്രജൻ വാതകം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഹെൻറി കാവൻഡിഷ് ആണ്. 1900 ബോക്സർ കലാപം നടന്നത് എവിടെയാണ്? ചൈനയിൽ. 1900 ബോക്സർ കലാപം നടന്നത് ചൈനയിലാണ്. തുറന്ന വാതിൽ നയം ചൈനയിൽ പ്രഖ്യാപിച്ച അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആരായിരുന്നു? ജോൺ ഹേയ്. തുറന്ന വാതിൽ നയം ചൈനയിൽ പ്രഖ്യാപിച്ച അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ഹേയ് ആണ്. സന്യാസിന്റെ നേതൃത്വത്തിൽ ചൈനീസ് വിപ്ലവം നടന്ന വർഷം ഏതാണ്? 1911. സന്യാസിന്റെ നേതൃത്വത്തിൽ ചൈനീസ് വിപ്ലവം നടന്ന വർഷം 1911 ആണ്. ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? ചാർലി ചാപ്ലിൻ. ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്ന സിനിമ സംവിധാനം ചെയ്തത് ചാർലി ചാപ്ലിൻ ആണ്. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സ്ഥാപിച്ചത് ആരാണ്? സൂര്യസെൻ. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സ്ഥാപിച്ചത് സൂര്യസെൻ ആണ്. ഭാഷാടിസ്ഥാനത്തിൽ 1953 രൂപീകരിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? ആന്ധ്ര സംസ്ഥാനം. ഭാഷാടിസ്ഥാനത്തിൽ 1953 രൂപീകരിച്ച ആദ്യ സംസ്ഥാനം ആന്ധ്രയാണ്. വി.പി. മേനോൻ ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റ വർഷം ഏതാണ്? 1952. വി.പി. മേനോൻ ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റ വർഷം 1952 ആണ്.
ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ജലം ഉണ്ടാകുമെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഹെൻറി കാവൻഡിഷ്. ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ജലം ഉണ്ടാകുമെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഹെൻറി കാവൻഡിഷാണ്. പഞ്ചസാര ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്? കാർബണും ജലവും. പഞ്ചസാര ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന പദാർത്ഥങ്ങൾ കാർബണും ജലവുമാണ്. ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാം എന്ന് കണ്ടെത്തിയതാരാണ്? ഹംഫ്രി ഡേവി. ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാം എന്ന് കണ്ടെത്തിയത് ഹംഫ്രി ഡേവിയാണ്. കേരളത്തിലെ ശരാശരി വാർഷിക വർഷപാതം എത്രയാണ്? 300 സെൻറ്റിമീറ്റർ. കേരളത്തിലെ ശരാശരി വാർഷിക വർഷപാതം 300 സെൻറ്റിമീറ്ററാണ്. കേരളത്തിലെ റംസർ സൈറ്റുകൾ ഏതെല്ലാമാണ്? വേമ്പനാട്ട് കായൽ, അഷ്ടമുടിക്കായൽ, ശാസ്താംകോട്ട തടാകം. കേരളത്തിലെ റംസാർ സൈറ്റുകൾ ഏതെല്ലാമാണ്? വേമ്പനാട്ട് കായൽ, അഷ്ടമുടിക്കായൽ, ശാസ്താംകോട്ട തടാകം എന്നിവയാണ്. ചൂട് നീരുറവയായ മണികരൺ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ഹിമാചൽ പ്രദേശ്. ചൂട് നീരുറവയായ മണികരൺ സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ്. ജലം ലഭിക്കുന്ന ATM ഏർപ്പെടുത്തിയ കനകപുര എന്ന സ്ഥലം ഏത് സംസ്ഥാനത്താണ്? കർണാടക. ജലം ലഭിക്കുന്ന ATM ഏർപ്പെടുത്തിയ കനകപുര എന്ന സ്ഥലം കർണാടകയിലാണ്. ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന വാതകങ്ങൾ ഏതെല്ലാമാണ്? ക്ലോറിൻ, ബ്രോമിൻ. ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന വാതകങ്ങൾ ക്ലോറിനും ബ്രോമിനുമാണ്. ഹരിതഗൃഹ വാതകങ്ങൾ ഏതെല്ലാമാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, ഓസോൺ. ഹരിതഗൃഹ വാതകങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, ഓസോൺ എന്നിവയാണ്. ഹരിതഗൃഹ വാതകങ്ങളിലൂടെ അന്തരീക്ഷ താപനിലയിൽ ഉണ്ടാകുന്ന വർധനവ് അറിയപ്പെടുന്നത് ആഗോളതാപനം എന്നാണ്. ഹരിതഗൃഹ വാതകങ്ങളിലൂടെ അന്തരീക്ഷ താപനിലയിൽ ഉണ്ടാകുന്ന വർധനവാണ് ആഗോളതാപനം. എവറസ്റ്റിൻ്റെ ഉയരം കൃത്യതയോടെ അളന്ന വ്യക്തി ആരാണ്? ജോർജ് എവറസ്റ്റ്. എവറസ്റ്റിൻ്റെ ഉയരം കൃത്യതയോടെ അളന്ന വ്യക്തി ജോർജ് എവറസ്റ്റാണ്. ഭൂപടങ്ങളിൽ നൈസർഗിക സസ്യജാലങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന നിറം ഏതാണ്? പച്ച നിറം. ഭൂപടങ്ങളിൽ നൈസർഗിക സസ്യജാലങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന നിറം പച്ചയാണ്. ഭൂപടങ്ങളിൽ നീല ത്രികോണത്തിലുള്ള ചിഹ്നം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കുഴൽക്കിണറിനെ. ഭൂപടങ്ങളിൽ നീല ത്രികോണത്തിലുള്ള ചിഹ്നം സൂചിപ്പിക്കുന്നത് കുഴൽക്കിണറിനെയാണ്. അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തെത്തുന്ന ശിലാദ്രവ്യത്തിൻ്റെ സ്രോതസ്സാണ് അസ്തനോസ്ഫിയർ. അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തെത്തുന്ന ശിലാദ്രവത്തിൻ്റെ സ്രോതസ്സാണ് അസ്തനോസ്ഫിയർ. ഭൂമിയുടെ ഏത് പാളിയാണ് നിഫെ എന്ന് അറിയപ്പെടുന്നത്? കാമ്പ്. ഭൂമിയുടെ കാമ്പാണ് നിഫെ എന്ന പേരിലും അറിയപ്പെടുന്നത്. സൂര്യനിൽ നിന്ന് താപം ഭൂമിയിലെത്തുന്ന രീതിയാണ് വികിരണം. സൂര്യനിൽ നിന്നും താപം ഭൂമിയിലെത്തുന്ന രീതി വികിരണമാണ്. ശ്വാസനാളങ്ങളിൽ കുടുങ്ങിയ വസ്തുക്കളെ സുരക്ഷിതമായി പുറത്തു ചാടിക്കാനുള്ള പ്രഥമ ശുശ്രൂഷയാണ് ഹീലിംഗ് പ്രക്രിയ. ശ്വാസനാളങ്ങളിൽ കുടുങ്ങിയ വസ്തുക്കളെ സുരക്ഷിതമായി പുറത്തു ചാടിക്കാനുള്ള പ്രഥമ ശുശ്രൂഷയാണ് ഹീലിംഗ് പ്രക്രിയ. സ്വതന്ത്രമായി ചലിക്കത്തക്ക രീതിയിൽ ഒരു കാന്തത്തെ ക്രമീകരിച്ചാൽ അത് ഭൂമിയുടെ ഏത് ദിശയിലാണ് നിൽക്കുന്നത്? തെക്ക് വടക്ക് ദിശയിൽ. സ്വതന്ത്രമായി ചലിക്കത്തക്ക രീതിയിൽ ഒരു കാന്തത്തെ ക്രമീകരിച്ചാൽ അത് ഭൂമിയുടെ തെക്ക് വടക്ക് ദിശയിലായിരിക്കും നിൽക്കുക. ലീഡിംഗ് സ്റ്റോൺ എന്നറിയപ്പെടുന്നത് എന്താണ്? മാഗ്നറ്റൈറ്റ് ആണ്. ലീഡിംഗ് സ്റ്റോൺ എന്നറിയപ്പെടുന്നത് മാഗ്നറ്റൈറ്റ് ആണ്. ശക്തിയേറിയ താൽക്കാലിക കാന്തങ്ങൾ നിർമ്മിക്കാൻ ഏറ്റവും അനുയോജ്യമായത് പച്ചിരുമ്പാണ്. ശക്തിയേറിയ താൽക്കാലിക കാന്തങ്ങൾ നിർമ്മിക്കാൻ ഏറ്റവും അനുയോജ്യമായത് പച്ചിരുമ്പാണ്. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഏറ്റവും അനുയോജ്യമായത് ഉരുക്കുമാണ്. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഏറ്റവും അനുയോജ്യമായത് ഉരുക്കാണ്. യഥാർത്ഥ പ്രതിബിംബം എപ്പോഴും എങ്ങനെയായിരിക്കും കാണപ്പെടുന്നത്? തലകീഴായി. യഥാർത്ഥ പ്രതിബിംബം എപ്പോഴും തലകീഴായതായിരിക്കും. വാഹനങ്ങളിൽ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നത് കോൺവെക്സ് മിററാണ്. വാഹനങ്ങളിൽ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നത് കോൺവെക്സ് മിററാണ്. ഹരിതസസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ പ്രകാശോർജ്ജത്തെ എന്താക്കിയാണ് മാറ്റുന്നത്? രാസോർജ്ജം. ഹരിതസസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ
പ്രകാശോർജ്ജത്തെ രാസോർജ്ജമാക്കിയാണ് മാറ്റുന്നത്. ഭക്ഷ്യശൃംഖലകൾ ആരംഭിക്കുന്നത് എന്തിൽ നിന്നാണ്? സസ്യങ്ങളിൽ നിന്നും. ഭക്ഷ്യശൃംഖലകൾ ആരംഭിക്കുന്നത് സസ്യങ്ങളിൽ നിന്നുമാണ്. റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന സംഘടന ഏതാണ്? IUCN. റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന സംഘടന IUCN ആണ്. IUCNൻ്റെ പൂർണ്ണരൂപം ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്നാണ്. ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ തന്നെ സംരക്ഷിക്കുന്ന രീതിയാണ് ഇൻസിറ്റു കൺസർവേഷൻ. ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ തന്നെ സംരക്ഷിക്കുന്ന രീതി ഏതാണ്? ഇൻസിറ്റു കൺസർവേഷൻ. ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്ന രീതിയാണ് എക്സിറ്റു കൺസർവേഷൻ. ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്ന രീതിയാണ് എക്സിറ്റു കൺസർവേഷൻ. WWF എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. WWF എന്നതിൻ്റെ പൂർണ്ണരൂപം വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ എന്നാണ്. കേരള വനം വകുപ്പ് സംഘടിപ്പിക്കുന്ന പ്രകൃതി പഠന ക്യാമ്പുകളിൽ പങ്കെടുക്കാൻ ആർക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്? വൈൽഡ് ലൈഫ് വാർഡൻ. കേരള വനം വകുപ്പ് സംഘടിപ്പിക്കുന്ന പ്രകൃതി പഠന ക്യാമ്പുകളിൽ പങ്കെടുക്കാൻ വൈൽഡ് ലൈഫ് വാർഡനാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ്? ബേക്കലൈറ്റ്. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ബേക്കലൈറ്റ് ആണ്. ചൂടാക്കുമ്പോൾ മൃദുവാകുകയും തണുപ്പിക്കുമ്പോൾ ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കാണ് തെർമോപ്ലാസ്റ്റിക്. ചൂടാക്കുമ്പോൾ മൃദുവാകുകയും തണുപ്പിക്കുമ്പോൾ ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കാണ് തെർമോപ്ലാസ്റ്റിക്. ആവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? ഹെഡ്സ്. ആവൃത്തിയുടെ യൂണിറ്റ് ഹെഡ്സ് ആണ്. ചെവിയിൽ കാണപ്പെടുന്ന ഒച്ചിൻ്റെ ആകൃതിയിലുള്ള ഭാഗം ഏതാണ്? കോക്ലിയ. ചെവിയിൽ കാണപ്പെടുന്ന ഒച്ചിൻ്റെ ആകൃതിയിലുള്ള ഭാഗമാണ് കോക്ലിയ. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതമായ നദീ സമതലം ഏതാണ്? ഗംഗാ സമതലം. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതമായ നദീ സമതലം ഗംഗാ സമതലമാണ്. 10 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള വൻ നഗരങ്ങൾ അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? മെട്രോപൊളിറ്റൻ നഗരം. 10 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള വൻ നഗരങ്ങൾ അറിയപ്പെടുന്നത് മെട്രോപൊളിറ്റൻ നഗരം എന്നാണ്. ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയ വർഷം ഏതാണ്? 1991. ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയ വർഷം 1991 ലോക വ്യാപാര സംഘടന നിലവിൽ വന്ന വർഷം ഏതാണ്? 1995 ജനുവരി 1. ലോക വ്യാപാര സംഘടന നിലവിൽ വന്ന വർഷം 1995 ജനുവരി 1. ഹൈഡ്രജൻ നിറച്ച ബലൂൺ വായുവിൽ ഉയർന്നു പറക്കുന്നതിന് കാരണം എന്താണ്? പ്ലവക്ഷമ ബലം. ഹൈഡ്രജൻ നിറച്ച ബലൂൺ വായുവിൽ ഉയർന്നു പറക്കുന്നതിന് കാരണം പ്ലവക്ഷമ ബലമാണ്. കപ്പൽ ജലത്തിൽ പൊങ്ങി നിൽക്കുന്നതിന് കാരണമായ ദ്രവബലം ഏതാണ്? പ്ലവക്ഷമ ബലം. കപ്പൽ ജലത്തിൽ പൊങ്ങി നിൽക്കുന്നതിന് കാരണമായ ദ്രവബലം പ്ലവക്ഷമ ബലമാണ്. മഴത്തുള്ളികൾ ഗോളാകൃതിയിൽ കാണപ്പെടാൻ കാരണം എന്താണ്? പ്രതലബലം. മഴത്തുള്ളികൾ ഗോളാകൃതിയിൽ കാണപ്പെടാൻ കാരണം പ്രതലബലമാണ്. ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് കൊഹിഷൻ ബലം. വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അഡ്ഹിഷൻ ബലം. ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം അറിയപ്പെടുന്നത് കൊഹിഷൻ ബലമെന്നും വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം അറിയപ്പെടുന്നത് അഡ്ഹിഷൻ ബലം എന്നുമാണ്. വിസ്കോസിറ്റി കൂടിയ ദ്രാവകത്തിന് ഉദാഹരണമാണ് തേൻ. വിസ്കോസിറ്റി കൂടിയ ദ്രാവകത്തിന് ഉദാഹരണം തേനും വിസ്കോസിറ്റി കുറഞ്ഞ ദ്രാവകത്തിന് ഉദാഹരണം മണ്ണെണ്ണയുമാണ്. താപനില വർദ്ധിക്കുമ്പോൾ ഒരു ദ്രാവകത്തിൻ്റെ വിസ്കോസിറ്റിക്ക് എന്താണ് സംഭവിക്കുന്നത്? വിസ്കോസിറ്റി കുറയുന്നു. താപനില വർദ്ധിക്കുമ്പോൾ ഒരു ദ്രാവകത്തിൻ്റെ വിസ്കോസിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. ഭൂകമ്പത്തിൻ്റെ അളവ് നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നത് സീസ്മോഗ്രാഫാണ്. ഭൂകമ്പത്തിൻ്റെ അളവ് നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നത് സീസ്മോഗ്രാഫാണ്. സീസ്മിക് തരംഗങ്ങളിൽ ഏറ്റവും വേഗമേറിയത് ഏതാണ്? പ്രാഥമിക തരംഗങ്ങളാണ്. സീസ്മിക് തരംഗങ്ങളിൽ ഏറ്റവും വേഗമേറിയ തരംഗം പ്രാഥമിക തരംഗമാണ്. സീസ്മിക് തരംഗങ്ങളിൽ ഏറ്റവും വേഗത കുറഞ്ഞ തരംഗം ഉപരിതല തരംഗമാണ്. സീസ്മിക് തരംഗങ്ങളിൽ ഏറ്റവും വേഗത കുറഞ്ഞ തരംഗം ഉപരിതല തരംഗമാണ്. അൾട്രാസോണിക് ശബ്ദം പ്രയോജനപ്പെടുത്തി ഇരപിടിക്കുന്ന ജീവി ഏതാണ്? വവ്വാൽ. അൾട്രാസോണിക് ശബ്ദം പ്രയോജനപ്പെടുത്തി ഇരപിടിക്കുന്ന ജീവി വവ്വാലാണ്. ഭൂകമ്പങ്ങളുടെ തീവ്രത നിർണ്ണയിക്കുന്നത് റിക്ടർ സ്കെയിൽ ഉപയോഗിച്ചാണ്.
ഭൂകമ്പങ്ങളുടെ തീവ്രത നിർണ്ണയിക്കുന്നത് റിക്ടർ സ്കെയിൽ ഉപയോഗിച്ചാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.